മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പെന്തക്കുസ്ത തിരുനാൾ വളരെ ഭക്തിപൂർവ്വം ആചരിച്ച് പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ ശാലോം പ്രേക്ഷകരെയും ഇന്നത്തെ നേഴ്സസ് ടൈം എപ്പിസോഡിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:16 ഇപ്രകാരം പറയുന്നു: ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. എപ്പോഴും നമ്മളെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ സാന്നിധ്യം വേണ്ടവിധം മനസ്സിലാക്കാനോ പ്രയോജനപ്പെടുത്താനോ നാം ഓരോരുത്തരും ശ്രമിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നേഴ്സുമാരായ നാം ഓരോരുത്തരും ഓരോ ദിവസവും എത്ര ദുഷ്കരങ്ങളായ സാഹചര്യങ്ങളിലൂടെയാണ് രോഗി ശുശ്രൂഷയിലും കുടുംബജീവിതത്തിലും എല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഈ സാഹചര്യങ്ങളിലെല്ലാം എങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ട ഡാനിയൽ പൂവനത്തിലച്ചൻ പറയുന്നത് നമുക്ക് ശ്രവിക്കാം. ഈശോയിൽ സ്നേഹമുള്ള നേഴ്സസ് ടൈംസിൻ്റെ എല്ലാ പ്രേക്ഷകരെയും കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹിക്കട്ടെ, അഭിഷേകം ചെയ്യട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം തിരുവചനം: തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു, എന്തെന്നാൽ യേശു അതുവരെയും മഹുദ്ധീകരിക്കപ്പെട്ടിരുന്നില്ല. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം പരാമർശിക്കുന്ന തിരുനാൾ കൂടാരത്തിരുനാളാണ്. കൂടാരത്തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് ഈശോ പരാമർശിക്കുന്ന ജീവൻ്റെ ജലം പരിശുദ്ധാത്മാവാണ് എന്ന് ഈ ഭാഗത്തിൻ്റെ അവസാനം യോഹന്നാൻ തന്നെ പറയുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് ഈശോ സംസാരിച്ചത്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും, ജീവജലത്തിൻ്റെ നദി ഒഴുകും. കൂടാരത്തിരുനാളിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എല്ലാ ശരാശരി യഹൂദൻ്റെയും മനസ്സിലുണ്ടായിരുന്ന സങ്കടമാണ് യഹൂദൻ്റെ സംസ്കാരമോ യഹൂദൻ്റെ മഹാനഗരമായ ജെറുസലേമോ വളർന്നു വന്നത് ഒരു നദിയുടെ തീരത്ത് അല്ല എന്നുള്ള സങ്കടം. ലോകചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു യാഥാർത്ഥ്യം, എല്ലാ മഹാനഗരങ്ങളും എല്ലാ മഹത്തായ സംസ്കാരങ്ങളും വളർന്നതും പുഷ്ടിപ്പെട്ടതും അഭിവൃദ്ധി പ്രാപിച്ചതുമെല്ലാം ഏതെങ്കിലും ഒരു മഹാനദിയുടെ തീരത്താണ്. ഭാരതത്തിൻ്റെ സംസ്കാരം വളർന്നു വന്നതും പച്ചപിടിച്ചതും സിന്ധു നദിയുടെ തീരത്താണ്. ബാബിലോൺ നഗരം യൂഫ്രട്ടീസിൻ്റെ തീരത്തായിരുന്നു. ഈജിപ്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഉറവിടമായിരുന്നു നൈൽ നദി. ലണ്ടൻ നഗരം തേംസ് നദിയുടെ തീരത്താണ് വളർന്നത്. മഹാനഗരങ്ങളും മഹാസംസ്കാരങ്ങളും ഏതെങ്കിലും ഒരു നദിയുമായി ബന്ധപ്പെട്ടാണ് വളർന്നു വന്നത്. എന്നാൽ മരുഭൂമിയുടെ ഉഷ്ണച്ചൂടിലൂടെ അലയാൻ വിധിക്കപ്പെട്ട ഏതൊരു ശരാശരി യഹൂദൻ്റെ ചങ്കിലും ഈ സങ്കടമുണ്ടായിരുന്നു. തങ്ങളുടെ നഗരത്തിന് മധ്യത്തിലൂടെ തങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഉറവിടമായി ഒരു നദി ഒഴുകുന്നില്ല എന്നുള്ള സങ്കടം.
അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ എല്ലാം ഒരു നദി ഒഴുകുന്നതിനെപ്പറ്റി പ്രവചിച്ചിട്ടുണ്ട്. സങ്കീർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ നദിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ നഗരത്തിലൂടെ നദി ഒഴുകുന്നു എന്ന് പറയുന്ന സങ്കീർത്തനങ്ങളുണ്ട്. ഉദാഹരണത്തിന് 46 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യം ഇങ്ങനെയാണ്. 46 സങ്കീർത്തനം 4 വാക്യം: ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. സങ്കീർത്തനം എഴുതുകയാണ് അത്യുന്നതൻ്റെ നഗരത്തെ, അതായത് ജെറുസലേം നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സമ്പന്നമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനൊരു നദിയില്ല. ജെറുസലേമിനെ സമ്പുഷ്ടമാക്കിക്കൊണ്ടൊഴുകിയ ഒരു നദിയില്ല. പ്രവാചകന്മാർ, ഉദാഹരണത്തിന് എസെക്കിയേൽ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. എസെക്കിയേൽ 47 ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് നിന്ന് ഒരു നദി ഒഴുകി വരുന്നതായി പ്രവാചകൻ കാണുന്നു. കുട്ടോളമല്ല, അരയോളമല്ല, തോളപ്പമല്ല, നീന്തിയാൽ പോലും കടക്കാൻ പറ്റാത്ത അനർഗളമായ ഒരു ജലധാര, മഹാപ്രവാഹമായി മാറിയ വലിയ ഒരു നദി. സങ്കീർത്തനം 46 അത്യുന്നതൻ്റെ നഗരത്തെ സമ്പുഷ്ടമാക്കിക്കൊണ്ടൊഴുകുന്ന നദിയെപ്പറ്റി പറയുന്നു. ബലിപീഠത്തിൻ്റെ അടിയിൽ നിന്നൊഴുകുന്ന നദിയെപ്പറ്റി എസെക്കിയേൽ പറയുന്നു. പ്രവാചകന്മാരുടെ പ്രവചനങ്ങളിലൊക്കെ ഇങ്ങനൊരു നദി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അങ്ങനൊരു നദിയില്ല. യഹൂദൻ തൻ്റെ സംസ്കാരത്തിൻ്റെ അന്തർധാരയായി ഒഴുകുന്ന നദി, യഥാർത്ഥത്തിൽ അങ്ങനൊരു നദി ഇല്ലാത്തതുകൊണ്ട് സങ്കീർത്തനം 46 എസെക്കിയേൽ 47 ഒക്കെ പ്രവചിച്ച ആ നദി നമ്മുടെ ഉള്ളിലാണ് ഒഴുകുന്നത്. ആ നദി ഒരു അദൃശ്യ നദിയാണ്, കാണാൻ പാടില്ലാത്ത നദിയാണ്, അതൊരു അഭിഷേകത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ നദിയാണ്. ഇങ്ങനെയാണ് യഹൂദൻ ചിന്തിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനൊരു നദി ബാഹ്യമായ കണ്ണുകൾക്ക് കാണാൻ കഴിയാതെ അദൃശ്യമായി ഒരു നദി ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് ഈ അദൃശ്യ നദിയെ സൂചിപ്പിക്കാൻ എന്നോണം കൂടാരത്തിരുനാളിൽ യഹൂദ പുരോഹിതന്മാർ ചെയ്തിരുന്നത് കുറേ അധികം കുടങ്ങളിൽ വെള്ളം നിറച്ച് ദേവാലയത്തിൻ്റെ ഒരു ഉന്നത സ്ഥാനത്ത് നിന്ന് താഴേക്ക് ആ വെള്ളം ഒഴുക്കിവിട്ട് നദി പോലെ ആ വെള്ളം ഒഴുകുന്നത് കൂടാരത്തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിലാണ്. കൂടാരത്തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ കുടങ്ങളിൽ വെള്ളം പേറി യഹൂദ പുരോഹിതന്മാർ ഈ വെള്ളം ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈശോ എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവൻ്റെ നദി ഒഴുകും. ഈശോ പറയുകയാണ്, നിങ്ങൾ ഈ കുടങ്ങളിൽ ചുമന്ന് വെള്ളമൊഴുക്കി ഏത് അദൃശ്യ നദിയാണോ നിങ്ങൾ അടയാളപ്പെടുത്തുന്നത്, കൂടാരത്തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ നിങ്ങൾ ഏത് അദൃശ്യ നദിയാണോ ആഘോഷിക്കുന്നത്, ആ നദി നിങ്ങളുടെ നെഞ്ചിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. എന്നു മുതൽ? എന്നിൽ വിശ്വസിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ. യോഹന്നാൻ പറയുകയാണ്, യേശുവിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് ഈ നദി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ നെഞ്ചിൽ നിന്ന് ഈ നദി ഒഴുകും. പരിശുദ്ധാത്മാവാകുന്ന ഒരു നദി. ആ നദി ഇവിടെ ഈശോ പറയുന്നത് അരുവി ഒഴുകും എന്നാണ്. എസെക്കിയേലിലെ പ്രവചനത്തോട് ചേർത്ത് വായിക്കുമ്പോൾ അതാദ്യം ഒരു അരുവിയായി ഒഴുകും, പിന്നീട് അതൊരു മഹാനദിയായി മാറും. ചെറിയ ചെറിയ കൊച്ചരുവികളായി, ചെറിയ ചാലുകീറി ഒഴുകി ഇറങ്ങുന്ന ആ ജീവൻ്റെ നദി, ആ അഭിഷേകത്തിൻ്റെ നദി, ആ സ്നേഹത്തിൻ്റെ, കരുണയുടെ, ആ ദയാവായ്പിൻ്റെ, ആ മഹാവാത്സല്യത്തിൻ്റെ മഹാനദി ചെറിയ അരുവിയായി ആരംഭിച്ച് അതൊരു വലിയ നദിയായി മാറും. യേശുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർ സ്വീകരിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവ്, യേശുവിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് ഒരു നദിയായി ഒഴുകും. ലോകമെമ്പാടും ആതുര ശുശ്രൂഷ രംഗത്ത് സേവനം ചെയ്യുന്ന, ശുശ്രൂഷ ചെയ്യുന്ന ലക്ഷക്കണക്കിന് നഴ്സുമാർ,
ഈ നദികളായി മാറേണ്ടവരാണ്. അവരൊരു മഹാനദിയായി മാറാൻ സാധ്യതയുള്ളവരാണ്. അവരുടെ പൊട്ടൻഷ്യൽ ഒരു അരുവിയായി അവസാനിക്കാനുള്ളതല്ല, ഒരു മഹാനദിയായി മാറാനുള്ളതാണ്. സ്നേഹത്തിൻ്റെയും കരുണയുടെയും വാത്സല്യത്തിൻ്റെയും കരുതലിൻ്റെയും മഹാനദി. ഈശോ പറഞ്ഞു, നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ടിട്ട് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയും. സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് ഒരുപാട് ആകുലപ്പെടുന്ന ആളുകളാണ് നമ്മൾ. ലോകമെമ്പാടും എല്ലായിടത്തും എല്ലാവരോടും സുവിശേഷം പറയണം എന്ന് ഭാരപ്പെടുന്ന നമ്മൾ. സത്യത്തിൽ സുവിശേഷം എങ്ങനെയാണ് പ്രചരിക്കപ്പെട്ടത്? സത്യത്തിൽ എങ്ങനെയാണ് സുവിശേഷം പ്രചരിക്കപ്പെടുന്നതായി ചരിത്രത്തിൽ നമ്മൾ വായിച്ചത്? അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ അപ്പസ്തോലന്മാരുടെ കൈവപ്പിലൂടെയും പ്രഘോഷണത്തിലൂടെയും പ്രബോധനത്തിലൂടെയും രൂപപ്പെട്ട ആദിമസഭയിൽ ആ സഭയുടെ ജീവിതം കണ്ടാണ് സുവിശേഷത്തിലേക്ക് ആളുകൾ ഓരോ ദിവസവും പ്രതിദിനം, അങ്ങനെയാണ് ആ വാക്കാണ്, പ്രതിദിനം ആളുകൾ അവരുടെ കൂട്ടായ്മയിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടിരുന്നു. പ്രതിദിനം ഇന്ന് നമ്മുടെ കൂട്ടായ്മയിലേക്ക് ആളുകൾ ചേർക്കപ്പെടുന്നില്ലെങ്കിൽ അതിന് എൻ്റെയും നിൻ്റെയും ചങ്കിൽ നിന്ന് ഈ നദി ഒഴുകാത്തതിൻ്റെ ഒരു കാരണം അതിൻ്റെ പിന്നിലുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ ജീവൻ്റെ നദി ഒഴുകുന്നില്ല. സുവിശേഷത്തോട് ആർക്കും ആകർഷണം തോന്നുന്നില്ല. ജോസഫിനും ഗോപാലനും തമ്മിൽ, മാമോദീസ സ്വീകരിച്ച ജോസഫിനും മാമോദീസ സ്വീകരിക്കാത്ത ഗോപാലനും തമ്മിൽ അടിസ്ഥാനപരമായി യാതൊരു വ്യത്യാസവുമില്ലെങ്കിൽ സുവിശേഷത്തിലേക്ക് എങ്ങനെയാണ് ആളുകൾ ആകർഷിക്കപ്പെടുക? പ്രിയപ്പെട്ട നഴ്സസ്, ലോകമെമ്പാടും കർത്താവിൻ്റെ പരിചരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും മുഖമായി മാറാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന ഈ കരുണയുടെ മാലാഖമാർ ഈ ജീവൻ്റെ നദിയായി ഒഴുകാനുള്ളവരാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ ജീവൻ്റെ ജലം, ഈ നദി, ഒരു ചെറിയ അരുവിയായി ഒഴുകിയിറങ്ങുന്ന ഈ നദി, അത് ഒഴുകിയിറങ്ങുമ്പോൾ അത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള വ്യാപകമായ മാറ്റം സമൂഹത്തിലുണ്ടാക്കും. എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായത്തിൽ ഈ നദി ഒഴുകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തേത്, നദിയുടെ ആരംഭം വളരെ വളരെ ചെറുതാണ്. അതിൻ്റെ ഉത്ഭവത്തിൽ നദി ശക്തമല്ല, കൊച്ചരുവിയാണ്. 47-ാം അധ്യായത്തിൽ കണങ്കാല് വരെ ആദ്യം വെള്ളം, പിന്നീട് മുട്ടോളം വെള്ളം, പിന്നീട് അരയ്ക്കൊപ്പം വെള്ളം, പിന്നീട് നീന്താൻ പറ്റുന്ന ആഴം, പിന്നീട് നടന്നക്കരെ എത്താൻ പറ്റാത്ത വലിയ നദി. ഒന്നാമത്തെ പ്രത്യേകത ഇതാണ്. അതായത് ഇതിൻ്റെ ആരംഭം വളരെ ചെറുതാണ്. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ അത് ചെയ്യുമ്പോൾ വളരെ നിസ്സാരമാണ്. പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിൻ്റെ നെറ്റിത്തടത്തിൽ കുരിശടയാളം വരയ്ക്കുന്ന ഒരു നഴ്സ്, ഒരമ്മയുടെ കയ്യിൽ നിന്ന്, അമ്മയുടെ ഉദരത്തിൽ നിന്ന് സ്നേഹത്തോടൊരു കുഞ്ഞിനെ കയ്യിലേക്ക് ഏറ്റുവാങ്ങുന്ന ഒരു നഴ്സ്, ഉത്ഭവം വളരെ ചെറുതാണ്. ഈ അടുത്ത നാളുകളിൽ കോട്ടയത്ത് ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ ഞാൻ ബഹുമാനപ്പെട്ടൊരു സിസ്റ്ററിനെ കാണാൻ പോയിരുന്നു. ആ സിസ്റ്ററാണ് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ കൈകളിലേക്ക് ഏറ്റുവാങ്ങിയത്. കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികനായി ആ കുഞ്ഞ് മാറുമെന്ന് അന്ന് ഏറ്റുവാങ്ങുന്ന ആ സിസ്റ്റർ ചിന്തിച്ചിരുന്നോ? അറിയാൻ പാടില്ല. പക്ഷേ അന്ന് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ കയ്യിലേക്ക് ഏറ്റെടുത്ത ആ സിസ്റ്റർ എന്നോട് കാണിച്ച ഒരു കരുതലും സ്നേഹവും പ്രാർത്ഥനയും സത്യത്തിൽ ഒരരുവിയുടെ ആരംഭമായിരുന്നു. ചെറിയ തുടക്കമാണ്, പിന്നീടാണെല്ലാം വലിയ നദികളായി മാറുന്നത്. ഒരു ചെറിയ സ്നേഹത്തിൻ്റെ വാക്ക്, ഒരു കരുതലിൻ്റെ സ്പർശനം, കാണിക്കാവുന്ന ഒരു കാരുണ്യം കാണിക്കുമ്പോൾ, അത് പ്രകടിപ്പിക്കുമ്പോൾ ആ സമയത്ത് അത് ചെറുതാണ്, പക്ഷേ അതൊരു മഹാനദിയുടെ ആരംഭമാണെന്ന് ഒരുപക്ഷെ നമ്മളറിയില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒപ്പം ശുശ്രൂഷയ്ക്ക് ചെയ്യുന്ന ഒരു സഹോദരൻ മദ്യത്തിൻ്റെയും
മയക്കുമരുന്നിൻ്റെയും അടിമത്വത്തിൻ്റെയും എല്ലാവിധത്തിലുള്ള അബദ്ധസഞ്ചാരത്തിൻ്റെയും വഴിയിൽ നിന്ന് രക്ഷപ്പെട്ടത് അവൻ വിറക് വെട്ടിക്കീറി കൊടുക്കാൻ പൊയ്ക്കൊണ്ടിരുന്ന ഒരു വീട്ടിലെ ഒരമ്മ പറഞ്ഞ ഒരു വാക്കിൽ നിന്നാണ്. സത്യത്തിൽ ഇന്ന് കേരളത്തിൽ ദൈവവചനം നെഞ്ചോട് ചേർത്ത് വെച്ച് സുവിശേഷം പറയുന്ന ഒരു മകൻ എന്ന ഒരു മഹാനദി രൂപപ്പെടാൻ ഒരമ്മയിലൂടെ വന്ന സ്നേഹത്തിൻ്റെ ഒരു തുള്ളി ജലമാണ് കാരണമായത്. അപ്പോൾ ഒന്നാമത്തേത്, ഇത് ഈ തുടക്കം വളരെ ചെറുതാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ദൂരവ്യാപകമായ ഫലങ്ങളെപ്പറ്റി നമുക്കൊരു നിശ്ചയവുമില്ല. പറയുന്നൊരു വാക്കൊരാളിൽ ഭാവിയിൽ സൃഷ്ടിക്കാൻ പോകുന്ന ചലനമോ അയാളിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റമോ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൻ്റെ ആരംഭം വളരെ ചെറുതാണ്. ആത്മാവിൽ നിറയുന്ന ഒരു ശുശ്രൂഷകൻ, ഒരു ശുശ്രൂഷക, ഒരു ഡോക്ടർ, ഒരു നേഴ്സ് ചെയ്യുന്ന ഏറ്റവും നിസ്സാരമായ ഒരു ശുശ്രൂഷ പോലും നാളെ ഒരു മഹാനദിയുടെ ഉത്ഭവമായി, നാളെ ഒരു മഹാനദിക്ക് രൂപം കൊടുക്കുന്ന അതിൻ്റെ ആരംഭമായി കാണാൻ കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളെയും കൃത്യതയോടെ ചെയ്യാൻ നമുക്ക് കഴിയും. രണ്ടാമത്തേത്, നദീതീരത്തുകൂടി ഈ നദിയിലേക്ക് പ്രവാചകനെ ഇറക്കിക്കൊണ്ട് വന്നിട്ട് ഒടുവിൽ ദൈവദൂതൻ ഈ പ്രവാചകനെ നദിയുടെ കരയിലൂടെ തിരിച്ചു കൊണ്ടുവരികയാണ്. ആദ്യം അങ്ങോട്ട് പോയി, പ്രവാചകൻ നദിയിലൂടെ അങ്ങോട്ട് പോയി നദിയുടെ കരയ്ക്ക് കൂടി തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ കാണുകയാണ്, ഞാൻ തിരിച്ചു വന്നപ്പോൾ നദിയുടെ ഇരുകരയിലും വളരെയധികം വൃക്ഷങ്ങൾ കണ്ടു. അങ്ങോട്ട് പോയപ്പോൾ നദിയുടെ കരയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചു വരുമ്പോൾ വടവൃക്ഷങ്ങൾ നദിയുടെ ഇരുകരയിലും. ഇത് കാലാന്തരത്തിൽ സംഭവിക്കുന്ന വ്യാപകമായ മാറ്റങ്ങളാണ്, കാലാന്തരത്തിൽ സംഭവിക്കുന്ന വ്യത്യാസങ്ങളാണ്. അതായത് ഈ അഭിഷേകത്തിൻ്റെ നദിയുടെ ഇരുകരയിലും വടവൃക്ഷങ്ങൾ രൂപപ്പെടും. കൃപയിലും ആത്മചൈതന്യത്തിലും നിറയുന്ന ഓരോ വ്യക്തിയും ഭാവിക്ക് വേണ്ടി നട്ടുവളർത്തുന്ന വടവൃക്ഷങ്ങൾ ഇത്രമാത്രം വലിയ കരുത്തുറ്റ വൃക്ഷങ്ങളെയാണ്, ഇത്ര കരുത്തുറ്റ ജീവിതങ്ങളെയാണ് നമ്മൾ രൂപപ്പെടുത്താൻ പോകുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല, നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. അങ്ങോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ഈ നദീതീരത്ത് വീണ, നദി കൊണ്ടുവന്ന ഒരു വിത്ത് അതിൻ്റെ കരയിൽ വീണതാവും പ്രവാചകൻ തിരിച്ചു വരുമ്പോൾ വൃക്ഷമായി മാറിയത്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തുള്ള സാധ്യതകളാണ് അഭിഷേകത്തിൽ നിറയുന്ന ഒരാളുടെ കരങ്ങൾ വഴി ഭൂമിയിൽ ചുറ്റുപാടുകളിൽ സംഭവിക്കാൻ പോകുന്നത്. മൂന്നാമത്തേത്, നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജാലങ്ങൾ പറ്റം ചേർന്ന് ജീവിക്കും. ഈ കൃപയിൽ നിറയുന്ന ഒരു വ്യക്തി, കൃപാജീവിതം നയിക്കുന്ന ഒരു വ്യക്തി, പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരു നേഴ്സ്, ഒരു ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ അനേകം പേരുടെ അതിജീവനത്തിൻ്റെ കാരണമായിട്ട് മാറും. അനേകം പേര് ജീവിതത്തിൽ സത്യത്തിൽ മുന്നോട്ട് പോകുന്നത് കൃപയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളുടെ പിൻബലത്തിലാവും. ദൈവം ഇന്ന് അനേകരെ താങ്ങി നിർത്തുന്നത് അഭിഷേകമുള്ള വ്യക്തികളിലൂടെയാണ്. അനേകം കുടുംബങ്ങളിൽ നിന്ന് നിലനിൽക്കുന്നത് കൃപാജീവിതം നയിക്കുന്നവരുടെ കൃപയുടെ പിൻബലത്തിലാണ്. പൗലോസ് ലീഗ കൊളോസ്സോസ് ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, സഭയാകുന്ന ശരീരത്തിൽ ക്രിസ്തു സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുകയാണ്. അഭിഷേകത്തിലും കൃപയിലും ആത്മചൈതന്യത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി അനേകരുടെ ഭാരങ്ങൾ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുക്കുകയാണ്. അനേകരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾക്ക് പരിഹാരമായി മാറുകയാണ്. അപ്പോൾ അനേകം ജീവജാലങ്ങൾ പറ്റം ചേർന്ന് ഈ നദിയിൽ ജീവിക്കുകയാണ്. നാലാമതായിട്ട് നമ്മൾ കാണുന്നത്, എല്ലാ കാലത്തും മാസം തോറും പുതിയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഫലങ്ങളാണ് ഈ നദീതീരത്തെ വൃക്ഷങ്ങൾ നൽകുന്നത്. അനേക ഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്ന് മാത്രമല്ല, പുതിയ പുതിയ ഫലങ്ങൾ, ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിന് ആവശ്യമായ ഫലങ്ങൾ ഈ വ്യക്തികളുടെ ജീവിതം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം, ആത്മാവിൻ്റെ ചൈതന്യം അനേകം ജീവിതങ്ങളെ രൂപപ്പെടുത്തുന്നതിനും നിലനിർത്തുന്നതിനും
വളർത്തുന്നതിനും സഹായിക്കും എന്നുള്ളതാണ് തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറയുന്നത്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഞാനിത് പറയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ആ സാധ്യതയെ പറ്റിയാണ്. അതുകൊണ്ട് ആത്മാവിൽ നിറയപ്പെടുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഓപ്ഷണലായ വിഷയമല്ല, നിർബന്ധമായ വിഷയമാണ്. സത്യത്തിൽ സ്നാപയോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുന്ന ഭാഗം ശ്രദ്ധിച്ച് വായിച്ചാൽ മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കാ സുവിശേഷത്തിലും സമാന്തര സുവിശേഷങ്ങളിൽ 3 സുവിശേഷങ്ങളിലും പിന്നീട് യോഹന്നാൻ്റെ സുവിശേഷത്തിലും സത്യത്തിൽ 4 സുവിശേഷത്തിലും സ്നാപയോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് യേശുവിനെ പരിചയപ്പെടുത്തുന്നത് ഒരു പ്രത്യേക കാര്യം പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ഒരു സമൂഹത്തിന് ഒരാളെ, ആ സമൂഹത്തിന് അറിയാത്ത ഒരാളെ പരിചയപ്പെടുത്തുകയാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ആ സമൂഹത്തിന് പരിചയമില്ലാത്ത ഒരാളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ അയാളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നത്. എന്നെ ഒരാൾ ഒരു സമൂഹത്തിന് പരിചയപ്പെടുത്തിയാൽ ഞാൻ ഇന്നലെ വൈകിട്ട് എന്ത് കഴിച്ചു എന്നല്ല പരിചയപ്പെടുത്താൻ പോകുന്നത്. എനിക്ക് ധരിക്കാൻ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ എന്താണെന്നല്ല പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്നെ പരിചയപ്പെടുത്തുന്ന ഒരാൾ ഞാനൊരു വൈദികനാണെന്നും ഞാൻ ഏത് സഭയിൽപ്പെട്ട ആളാണെന്നും ഞാൻ എന്താണ് ചെയ്യുന്നതെന്നും ഇതാണ് എന്നെക്കുറിച്ച് പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ എസൻസ് ആൻഡ് എസെൻഷ്യൽ, എൻ്റെ ജീവിതത്തിൻ്റെ വ്യക്തിത്വത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് അതാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ സ്നാപയോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ സ്നാപയോഹന്നാൻ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. 4 സുവിശേഷങ്ങളിലും മത്തായി സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യം ഒരു ഉദാഹരണത്തിന് വേണ്ടി നമുക്കെടുക്കാം. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. അപ്പോൾ സത്യത്തിൽ യേശു വന്നത് എന്തിനു വേണ്ടിയാണ്? സത്യത്തിൽ ഈശോ വന്നത് പുതിയ നിയമത്തിലെ 1-ാമത്തെ വാഗ്ദാനം നമ്മുടെ പാപങ്ങൾ അവൻ ഏറ്റെടുക്കും. 2-ാമത്തെ വാഗ്ദാനം അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും. അപ്പോൾ യേശുവിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തിക്ക് യേശുവിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാതെ സ്വീകരിക്കേണ്ട യാഥാർത്ഥ്യമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഈ കാത്തിരിപ്പിൻ്റെ, പ്രാർത്ഥനയുടെ, ജാഗരണത്തിൻ്റെ നാളുകളിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനും ആത്മാവിൽ നിറയാനും ഒരു ദാഹം ഉണ്ടെങ്കിൽ, വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ ദാഹിക്കുന്നവന് ജീവജലത്തിൽ നിന്ന് ഞാൻ കുടിക്കാൻ കൊടുക്കും. മത്തായി സുവിശേഷം പറയുന്നത് പോലെ ചോദിക്കുന്നവന് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ കിട്ടും. അപ്പോസ്തല പ്രവർത്തന 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട അപ്പോസ്തലന്മാർ ചുറ്റുപാടുകളിലുണ്ടാക്കിയ ചലനം നിസ്സാരമായിരുന്നില്ല. 12 പേരെ കൊണ്ട് അവൻ കർത്താവ് വിശ്വസിക്കുക ഈ ലോകത്തെ കീഴ്മേൽ മറിച്ചു. ലോകത്തുള്ള 600 കോടി മനുഷ്യർ യേശുക്രിസ്തുവിനെ അറിയുന്നു എന്നതിനേക്കാൾ ലോകത്തുള്ള ഏതാനും തുച്ഛമായ കോടി ആളുകൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞു എന്നുള്ളതാണ് ലോകത്ത് വ്യാപകമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. എത്ര ആയിരങ്ങൾ യേശുവിനെ അറിഞ്ഞു എന്നുള്ളതല്ല, എത്ര ചുരുക്കം പേരാണെങ്കിലും യേശുവിനെ അറിഞ്ഞവരുടെ ജീവിതത്തിലെ ആത്മാഭിഷേകമാണ് ഈ ലോകത്തിൻ്റെ തലവര തീരുമാനിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ശുശ്രൂഷകളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികളെയും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും ഈശോ ആശീർവദിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എസെക്കിയേൽ പ്രവാചകൻ കണ്ട ദർശനത്തിലൂടെ പരിശുദ്ധാത്മ ചൈതന്യം നമ്മിൽ നിറയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അത് നാം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ നടക്കുന്ന ദൈവിക പ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്ക് ഏറെ സ്നേഹത്തോടെ പറഞ്ഞു തന്ന അച്ഛനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അച്ഛൻ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറഞ്ഞ നാം ഓരോരുത്തരും ഒരു മഹാനദിയായി മാറേണ്ടതാണ്.
മറ്റനേകം പേർക്ക് ദൈവസ്നേഹവും കരുണയും പകർന്നു കൊടുക്കേണ്ടതുമാണ്. നാം ശുശ്രൂഷിക്കുന്ന ഓരോ രോഗികളിലും അവരുടെ കൂടെ നിൽക്കുന്നവരിലും നാം പകർന്നു കൊടുക്കുന്ന ഓരോ നന്മകളും ഓരോ ആശ്വാസവാക്കുകളും ആദ്യം അവരിൽ ഒരരുവിയായും പിന്നീട് അത് മഹാനദിയായും മാറുകയും ചെയ്യും. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാവട്ടെ, ഒരു വിശുദ്ധയാവട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.